നമസ്കാരം, ഞാൻ സെലസ് മേലോര. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തോളം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം അനന്തു അജി എന്ന ചെറുപ്പക്കാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളഞ്ഞിട്ടാക്രമിച്ച നിതീഷ് മുരളീധരൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയുമായിട്ടാണ്. ആദ്യമേ തന്നെ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഈ മാധ്യമങ്ങളെല്ലാം ഈ ചെറുപ്പക്കാരനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും പരസ്യമായി തന്നെ മാപ്പ് പറയണം എന്നാണ്. കാരണം ഇവർ ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വാർത്ത ഉണ്ടാകുമായിരുന്നില്ല. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള വാർത്തകൾ ചിത്രീകരിച്ച് വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല. അനന്തു അജി എന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു പരാതി പോലും ഉണ്ടാകുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ഇത് ഇത്രമാത്രം വലിയ വാർത്തയാക്കി ഒരാളെ വ്യത്യഹത്യ ചെയ്യാൻ നിങ്ങളുടെ പക്കൽ അദ്ദേഹത്തിനെതിരെ എന്ത് തെളിവുകളാണുള്ളത്? അല്ല എങ്കിൽ അനന്തു അജി എന്ന ചെറുപ്പക്കാരനിലൂടെ നിങ്ങൾ അദ്ദേഹത്തെ പോലുള്ള മറ്റു ചെറുപ്പക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരാൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അയാളുടെ പേരെഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് പോയി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും തേജോവധം ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന കാര്യം ഞങ്ങൾ മാധ്യമങ്ങൾ ഏറ്റു എന്നുള്ള സന്ദേശമാണോ നിങ്ങൾ അനന്തു അജിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് അതിലെ പ്രതികൾക്ക് ന്യായമായ ശിക്ഷ കൊടുക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥിതികൾക്ക് ഇന്ത്യയിലെ കോടതികൾക്ക് സാധിക്കില്ല എന്ന് ഉള്ളതുകൊണ്ടാണോ മാധ്യമങ്ങൾ ഈ പണി സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത്? ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ മതിയാവും. അത് ഏത് വലിയ മാധ്യമ സ്ഥാപനമാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. കാരണം ഈ രാജ്യം ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ ഇന്ത്യയാണ്.